ഒരിക്കൽ ഒരു ശമൂവേലിനെ കാണുവാൻ വേണ്ടി വന്നു. എന്താ അവൻ്റെ ഉദ്ദേശം? അവൻ്റെ കഴുത നഷ്ടപ്പെട്ടു. അവൻ്റെ ഭവനത്തിലെ കഴുത നഷ്ടപ്പെട്ടു. അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടി വന്നതാ മറ്റൊരു ദേശത്തേക്ക്. അവിടെ വരുമ്പോൾ ആ ദേശത്തൊരു പ്രവാചകനുണ്ടെന്ന് പറഞ്ഞത്. ആ പ്രവാചകന്റെ പേരിങ്ങനെയായിരുന്നു, ശമൂവേൽ. ഹല്ലേലൂയ. അവൻ കയറി വരുന്നത് എന്തിനാണെന്നറിയാമോ? ശൗൽ കയറി വന്നത് എന്തിനാ? തൻ്റെ കഴുതയെ കണ്ടുപിടിക്കണം. തൻ്റെ പിതാവ് പറഞ്ഞു വിട്ടതാ. ആമേൻ. എന്നാൽ ശമൂവേൽ പറയുന്നൊരു വാക്കുണ്ട്, നീ വന്നത് കഴുതയ്ക്ക് വേണ്ടി ആയിരിക്കാം, എന്നാൽ ഞാൻ നിന്റെ പേരൊരു കിരീടത്തെ കൈമാറുകയാണ്. ഇസ്രായേലിനെ ഭരിക്കുവാൻ ദൈവം കണ്ടിരിക്കുന്നത് നിന്നെയാ. ഹല്ലേലൂയ. ഇസ്രായേലിനെ നയിക്കുവാൻ ദൈവം കണ്ടിരിക്കുന്നത് നിന്നെയാ. നീ കയറി വന്നത് ചില വിടുതലിന് വേണ്ടി ആയിരിക്കാം, എന്നാൽ ദൈവത്തിന് അതിനപ്പുറമായി ചില പ്ലേസുകളിൽ നിന്നെ കൊണ്ടു നിർത്താൻ, ചില കൊട്ടാരങ്ങളിൽ നിന്നെ കയറ്റി നിർത്താൻ, ചില മേഖലകളിൽ നിന്നെ കൊണ്ടു നിർത്താൻ എന്റെ ദൈവത്തിന് പദ്ധതിയുള്ളത് കൊണ്ട് ചില കഴുതകൾ നിനക്ക് നഷ്ടപ്പെട്ടാലോ, ചിലത് നിനക്ക് നഷ്ടപ്പെട്ടാലോ, എന്റെ ദൈവം ഇന്ന് പകൽ പല നഷ്ടങ്ങളുമായി മുന്നിൽ വന്നിരിക്കുന്ന ദൈവജനമേ, നഷ്ടങ്ങളുടെ കണക്കുമായി എന്റെ മുമ്പിൽ ഇരിക്കുന്ന ദൈവജനമേ, ചിലത് നഷ്ടപ്പെട്ടത് ചില കൊട്ടാരങ്ങളിലേക്ക് നിന്നെ എത്തിക്കാനാണെന്ന് ഇന്ന് പകൽ നിനക്ക് വിശ്വസിക്കാം. നഷ്ടങ്ങളുടെ കണക്ക് മാത്രമേ ഉള്ളല്ലേ? നഷ്ടങ്ങളുടെ കണക്ക് മാത്രമേ ഉള്ളല്ലേ? പരാജയങ്ങളുടെ കണക്കുകൾ മാത്രമേ ഉള്ളല്ലേ? ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിനൊരു ടൈമുണ്ട് കേട്ടോ. ദൈവത്തിനൊരു ടൈമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിനൊരു ടൈമുണ്ട്. ഹല്ലേലൂയ. കൃത്യസമയത്ത് ആമേൻ. കൃത്യസമയത്ത് ആമേൻ. നിന്റെ കഴുത്തിൽ കത്തിവെക്കുന്നതിനും അതിൻ്റെ ഇടയ്ക്കൊരു നിമിഷമുണ്ട് കേട്ടോ. നിന്റെ കഴുത്തിന്റെ ഇവിടെ കത്തിവെക്കുന്നതിന്റെ ഇടയിൽ സ്വർഗത്തിൽ നിന്നൊരു കോളുണ്ട്. അബ്രഹാമേ, ബാലന്റെ കഴുത്തിൽ കത്തിവെക്കരുത്. കിളിവാതിലെ തുറക്കും. ആമേൻ. ഇന്ന് പകൽ നഷ്ടങ്ങളുടെ കണക്കുകളെ ആമേൻ അത് മുമ്പിൽ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി വേറെയാ കേട്ടോ. ദൈവത്തിന്റെ പദ്ധതി വേറെയാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്രത്തോളം നിനക്ക് നഷ്ടങ്ങളുടെ കണക്കുണ്ടോ അത്രത്തോളം നിന്നെ ഉയർത്തും. എത്രത്തോളം നീ താന്നോ അതേ മണ്ണിൽ തന്നെ അത്രത്തോളം എന്റെ ദൈവം നിന്നെ ഉയർത്തും. ഞാൻ വാലല്ല, ഞാൻ തലയാകുമെന്ന് എന്റെ ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വചനം എന്നെ ഉയർത്തോ. ആ വചനം എന്നെ ഉയർത്തോ. ജോസഫേ, നീ ഇപ്പൊ കിടക്കുന്ന പൊട്ടക്കുഴിയിലല്ലേ? അമ്മേ, നീ കിടക്കുന്ന പൊട്ടക്കുഴിയിലല്ലേ? അല്ലേ? അമ്മേൻ. അടുത്തത് നീ എങ്ങോട്ടാ പോന്നേ? മിസ്രൈമിലെ കടിമയായിട്ടാ. അമ്മേൻ. നിന്റെ യാത്രകളൊരു സുഖവുമില്ലല്ലേ? കണ്ട സ്വപ്നവുമായി യാതൊരു ബന്ധവുമില്ലല്ലേ? ഹല്ലേലൂയ. ആമേൻ. അവിടെ ചെന്ന് നിനക്ക് അപമാനം ഏൽക്കേണ്ടി വന്നല്ലേ? അവിടുന്ന് വേണ്ടി എവിടാ നീ ചെല്ലുന്ന? കാരാഗ്രഹത്തിലല്ലേ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ കാലഘട്ടങ്ങൾ കഴിയുമ്പോ കാരാഗ്രഹം നിന്നെ പോക്കി ഇതാ കൊട്ടാരത്തിനകത്തേക്ക് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാക്കി എന്റെ ദൈവം നിന്നെ മാറ്റിയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ദൈവജനമേ, അത് നിനക്ക് വേണ്ടി എഴുതി വെച്ചിട്ടുള്ളതാ. അത് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടിയാ. നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് തിരിച്ചറിവിൽ നിന്നും നമ്മളെ ഉണർവിലേക്ക് നടത്തുന്ന ദൈവത്തെ പറ്റിയാണ്. ആമേൻ. തിരിച്ചറിവിൽ നിന്നും ഉണർവിലേക്ക് നമ്മളെ നയിക്കുന്ന ദൈവത്തെ പറ്റിയാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് തിരിച്ചറിവ്? കൃത്യമായ മനസ്സിലാക്കൽ, കൃത്യമായ അണ്ടർസ്റ്റാൻഡിങ്, നമ്മൾ വിളിച്ചപേക്ഷിക്കുന്ന ദൈവത്തെ പറ്റിയുള്ള, ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റിയുള്ള, ദൈവം പ്രവർത്തിക്കുന്നതിന് വേണ്ടി വെച്ചിരിക്കുന്ന വ്യവസ്ഥകളെ പറ്റിയുള്ള തിരിച്ചറിവുകളിലേക്ക്
ആ തിരിച്ചറിവ് നമ്മളിലുണ്ടാകുമ്പോൾ നമ്മുടെ ലൈഫിനകത്ത് അസാധാരണമായ മാറ്റങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എപ്പോഴും ഞാൻ എക്സാമ്പിൾ പറയുന്നത് പോലെ ഒരു വാഹനം ഓപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കുമ്പോൾ അതുവരെ നമുക്കതിനെപ്പറ്റി ഭയമായിരിക്കും, അവ്യക്തമായ പലതും ഉണ്ടാകും. എന്നാൽ ഓപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കുമ്പോൾ പിന്നെ നമ്മുടെ കൈ, കാല്, കണ്ണ്, ചെവി ഇതൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ മനസ്സിനകത്ത് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇതിൻ്റെ ഓപ്പറേഷൻ നമ്മുടെ ആത്മാവിലേക്ക് സ്വീകരിച്ചു കഴിഞ്ഞു. ഇതുപോലെയാ ഇതിൻ്റെ ഓപ്പറേഷൻ നമ്മുടെ ആത്മാവിൻ്റെ അകത്തേക്ക് നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മളിൽ നിന്ന് അസാധാരണമായി ഇത് ഒഴുകിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. കൃത്യമായി ചവിട്ടേണ്ടത് നമുക്ക് ചവിട്ടാൻ അറിയാം, നിർത്തേണ്ടത് നിർത്താൻ അറിയാം, ഓടിക്കേണ്ടത് ഓടിക്കാൻ അറിയാം. ഹല്ലേലൂയ. അങ്ങനെ ഈ ദൈവവചനത്തെ കൈകാര്യം ചെയ്യാൻ ഒരു ദൈവത്തിൻ്റെ കൃപ നമുക്കുണ്ടാകട്ടെ. ഹല്ലേലൂയ. അതിനെ പറയാം തിരിച്ചറിവിൽ നിന്നും ഉണർവിലേക്ക്. ഹല്ലേലൂയ. വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകട്ടെ. നമ്മൾ ചിന്തിച്ച ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് മാതാപിതാക്കന്മാരെ അനുസരിക്കുന്നതിലൂടെ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന അനുഗ്രഹത്തെ പറ്റിയാണ്. തിരിച്ചറിവിൽ നിന്ന് ഉണർവ് നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് എന്നിങ്ങനെ ട്വിസ്റ്റായി നമ്മൾ അതിനകത്ത് തന്നെ എങ്ങനെയാണ് അനുഗ്രഹത്തിലേക്ക് നമ്മൾ കടക്കുക എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിലൊന്നാമത് നമ്മൾ പറഞ്ഞ വിഷയം, നമ്മൾ ചിന്തിച്ച വിഷയം പിതാക്കന്മാരെ അനുസരിക്കുന്നതിലൂടെ. ഹല്ലേലൂയ. എത്ര പേർക്ക് ഓർമ്മയുണ്ട്? എഫെസ്യ ലേഖനം 6-ാം അധ്യായം പെട്ടെന്ന് വായിക്കാം. എഫെസ്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെല്ലാ മക്കളും ശ്രദ്ധിക്കണം. നിങ്ങളെല്ലാവരും ഇപ്പോൾ അമ്മയപ്പന്മാരായിരിക്കാം, എന്നാൽ ഒരു കാലത്ത് നിങ്ങളും മക്കളായിരുന്നു. ഹല്ലേലൂയ. എല്ലാവരും ശ്രദ്ധിക്കണം. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ. വായിച്ചോ. അത് ന്യായമല്ലോ, നിനക്ക് നന്മ ഉണ്ടാകുവാൻ. നിനക്ക് നന്മ ഉണ്ടാകണമെങ്കിൽ നീ എന്തോ ചെയ്യണം? ഒന്നാമത്തെ വചനത്തിന്റെ വാക്യ നിനക്ക് ദീർഘായുസ് ഉണ്ടാകാൻ ലോകത്തിൽ ഒരൊറ്റ ടിപ്പ് മാത്രമേ ഉള്ളൂ, നിന്റെ അപ്പനെ അമ്മയെ ബഹുമാനിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വാക്യം. വാഗ്ദത്തത്തോട് കൂടിയ ആദ്യത്തെ കൽപ്പനയാണ് അപ്പനെ അമ്മയെ ബഹുമാനിച്ചിരിക്കുക. ഞാൻ പറയട്ടെ, വീണ്ടും വീണ്ടും ദൈവത്തിൻ്റെ ആത്മാവ് ഈ വചനങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് നമുക്കിതിനകത്തൊരു വിടുതൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. വളരെ അത്യാവശ്യമാണ്, വളരെ അത്യാവശ്യമാണ്. ഹല്ലേലൂയ. ഇന്നു പകൽ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഞാൻ വീണ്ടും വീണ്ടും ദൈവാത്മാവിൽ നിങ്ങളെ ഓർപ്പിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ പിതാക്കന്മാരെ അനുസരിക്കാതെ പോയത് മാതാവിനെയും പിതാവിനെയും അവർ പിതാക്കന്മാരെയും അനുസരിക്കാതെ പോയ വിഷയങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അത് നിശ്ചയമായും ദൈവസ്ഥാനിൽ ഏറ്റു പറഞ്ഞ് നിങ്ങൾ നിരപ്പ് പ്രാപിച്ചോണം. ഹല്ലേലൂയ. നിർബന്ധമായും. ഹല്ലേലൂയ. കാരണം അത് നിങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സമാകാൻ കാരണമുണ്ട്, സാധ്യതയുണ്ട്. ഹല്ലേലൂയ. നിശ്ചയമായും ദൈവത്തിൻ്റെ വചനം എങ്ങനെ പറയുന്നത്? വചനത്തോട് ആദ്യത്തെ കൽപ്പനയാണ്, നിനക്ക് നന്മ ഉണ്ടാകണമെങ്കിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വളരെ പെട്ടെന്ന് പോകട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് എന്താണ്? ദൈവത്തിൻ്റെ ദാസന്മാരെ, ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ അനുസരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വേണ്ടി കൈമാറുന്ന അനുഗ്രഹങ്ങൾ. നമ്മുടെ മാതാപിതാക്കളെ അനുസരിക്കുന്നതിലൂടെ, അടുത്തത് ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ, ദൈവത്തിൻ്റെ ദാസന്മാരെ, നിങ്ങളെക്കാൾ സ്പിരിച്വൽ റാങ്കിങ്ങിനകത്ത് മുകളിൽ നിൽക്കുന്നവരെ അനുസരിക്കുന്നതിലൂടെയുള്ള ദൈവിക നന്മകൾ, ദൈവിക അനുഗ്രഹങ്ങൾ നമ്മൾ വായിച്ചു. എലീശ പ്രവാചകന്റെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു. ഹല്ലേലൂയ. എന്തോ ഇവിടെ സംഭവിക്കുന്നത്? ഒരു പ്രവാചകന്റെ വാക്കിനകത്തൊരു സ്ത്രീ തൻ്റെ ഉള്ളതിനെ കൊടുക്കുവാൻ തയ്യാറായപ്പോൾ,
ഹല്ലേലൂയ. അവിടെ കലത്തിലെ മാവ് ഒരിക്കലും ഒരിക്കലും തീർന്നു പോകാതെ അവളുടെ കുടുംബം ഇതാ അവൻ വർധനവിനകത്തേക്ക് കയറുന്നത് കണ്ടോ? ഇന്ന് പകൽ ഹല്ലേലൂയ അവൻ നിങ്ങളുടെ ലൈഫിനകത്തൊരു വർധനവ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഹല്ലേലൂയ അവൻ ദൈവത്തിൻ്റെ ദാസന്മാരെ, ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ നിങ്ങൾ ഓണർ ചെയ്യുന്നവരായിരിക്കണം. നിങ്ങൾ അനുസരിക്കുന്നവരാകട്ടെ. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ അനുസരിക്കുന്നതാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. അനുസരണം എന്ന് പറയുന്നത് സബ്മിഷനാണ്. നമ്മുടെ എല്ലാ അഹങ്കാരങ്ങളും നമ്മുടെ എല്ലാ നിഗളങ്ങളും പൊട്ടി ആമേൻ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ സൈനാണ്, അടയാളമാണ് അനുസരണം എന്ന് പറയുന്നത്. ആമേൻ. നമ്മൾ ഈ ഹല്ലേലൂയ പറയുമ്പോഴും കൈയടിക്കുമ്പോഴും ദൈവം നമ്മുടെ ഹൃദയത്തെ നോക്കുക. നമ്മുടെ ഹൃദയം എത്രത്തോളം ദൈവത്തോട്, ദൈവം പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകളോട് ആമേൻ നമ്മൾ അതനുസരിക്കാൻ തയ്യാറാണ്. ഹല്ലേലൂയ. ഇതൊക്കെ നമ്മൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പലപ്പോഴും നമ്മൾ പ്രാർത്ഥനകൾ വ്യർത്ഥമാകും, വിഫലമാകും. അതാണ് യാഥാർത്ഥ്യം. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നിശ്ചയമായും ദൈവാലയത്തിൽ കടന്നു വരുമ്പോൾ ദൈവിക ആമേൻ ആരാധനയ്ക്ക്, നിങ്ങൾ ശ്രദ്ധിക്കണേ, ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുത്തിരിക്കണം. നിങ്ങളുടെ വായ്കളെ തുറന്ന് നിങ്ങൾ പ്രസ്താവിക്കണം. നിങ്ങളുടെ കരങ്ങളെ, നിങ്ങളുടെ ശരീരങ്ങളെ വിട്ടുകൊടുത്ത് വേണം ദൈവത്തിനെ ആരാധിക്കുവാൻ. ആമേൻ, ഹല്ലേലൂയ. അത് നിങ്ങളുടെ മനസ്സിന് എത്രത്തോളം ദൈവവുമായി നിങ്ങൾ സമർപ്പിക്കുന്നതിൻ്റെ അടയാളങ്ങളാണ്. ഹല്ലേലൂയ. നമ്മൾ മറ്റുള്ളവരെന്ത് വിചാരിക്കും, എൻ്റെ അടുത്തിരിക്കുന്നവരെന്ത് വിചാരിക്കുമെന്ന് അവൻ നിങ്ങൾ വിചാരിച്ചോ? പക്ഷേ അതിനപ്പുറമായി ദൈവം ചിന്തിക്കുന്നു. ഹല്ലേലൂയ. ഇവൻ എന്തിനാ, ഇവനെ സൃഷ്ടിച്ച അവൻ എന്നെ ആരാധിക്കാൻ ഇവൻ എന്തിനാ ഈ മടിക്കുന്നേ? ഹല്ലേലൂയ. അവൻ എനിക്ക് അവൻ ഹല്ലേലൂയ എന്തിനാ മടിക്കുന്നേ? അവൻ നമുക്ക് ഈ നമ്മുടെ നാടൻ ഭാഷ നമ്മൾ പറയാറുണ്ട്, നമുക്ക് ചെലവിന് തരുന്ന അടുത്തിരിക്കുന്ന വ്യക്തിയാണോ? അല്ലെന്നേ. ആമേൻ. എനിക്കുറപ്പുണ്ട് എൻ്റെ ചെലവ് നടക്കുന്നത് എങ്ങനെയാണെന്ന്. എൻ്റെ ദൈവം തരാതെ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല. എൻ്റെ ദൈവം പ്രൊവൈഡ് ചെയ്യാതെ അവൻ ഒരു തുള്ളി പോലും നീങ്ങാനോ നിറങ്ങാനോ എന്നെ കൊണ്ട് കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാൻ, അവൻ എന്തുകൊണ്ട് ദൈവത്തെ അനുസരിക്കാൻ? ഹല്ലേലൂയ. എന്തുകൊണ്ട്? ഹൗറാ ശഖബ റിബാല ശരീരിയാലദന. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ, എന്നെ സൃഷ്ടിച്ച ദൈവം, എന്നെ സൃഷ്ടിച്ച ദൈവം, ഈ സകല പ്രപഞ്ചത്തിന്റെയും സൃഷ്ടാവാം ദൈവം, അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. അവൻ മഹത്വത്തിന് യോഗ്യനാണ്. അവൻ വെറും കല്ലോ മണ്ണോ അല്ല, അവൻ ജീവനുള്ള, ജീവിക്കുന്ന സർവശക്തനായ അവൻ ഇന്നും സ്വർഗത്തിന്റെ വലത്തുഭാഗത്ത് പിതാവാം ദൈവത്തിന്റെ അരികിൽ എനിക്കും നിനക്കും വേണ്ടി അവൻ വാദിച്ചു കൊണ്ടിരിക്കുന്നവൻ, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ജീവിക്കുന്ന ദൈവമാ, അവൻ ജീവനോടെ ഇരിക്കുന്ന ദൈവമാ. എന്റെ ദൈവം ജീവിക്കുന്നത് കൊണ്ട് ഞാൻ തകരുകയില്ല, ഞാൻ തകരുകയില്ല. ഞാൻ ജീവനോടെ ഇരുന്നു. ഇന്ന് പകൽ ഒരു ഉറപ്പുണ്ടാകട്ടെ, എന്റെ ദൈവം ജീവനോടെ ഇരിക്കുന്നതെന്ന്, അവൻ എന്റെ അപ്പൻ ജീവനോടെ ഇരിക്കുന്നതെന്ന്. ലോകപ്രകാരം എനിക്ക് അപ്പനുണ്ടാകത്തില്ല, എന്നെ കരുതാൻ ആരും ഉണ്ടാകത്തില്ല, എന്നെ സ്നേഹിക്കാൻ ആരും ഉണ്ടാകത്തില്ല. എന്നാൽ എനിക്കൊരു പപ്പയുണ്ട്, എനിക്കൊരു പിതാവുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനെ ഞാൻ അനുസരിക്കൂ, അവന് വേണ്ടി ഞാൻ ജീവിക്കൂ, അവന് വേണ്ടി ഞാൻ നടക്കൂ, അവന് വേണ്ടി എന്റെ ലൈഫിനെ ഞാൻ കൊടുത്തിരിക്കൂ. ഇന്ന് പകൽ എത്ര പേർക്ക് ഈ പ്രാഗൽഭ്യത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ആമേൻ. കർത്താവ് നമ്മളെ ഓരോരുത്തരും നിർത്തിയിരിക്കുന്നത് അവൻ്റെ മഹത്വത്തെ കാണിക്കാൻ. നമ്മളെ ജീവനോടെ നിലനിർത്തിയിരിക്കുന്നത് നമ്മളിലൂടെയും അവൻ്റെ മഹത്വത്തെ മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ടിയാ. ഹല്ലേലൂയ. ഒരിക്കൽ ഒരു ശമൂവേലിനെ കാണുവാൻ വേണ്ടി വന്നു. അവൻ എന്താ അവൻ്റെ ഉദ്ദേശം? അവൻ്റെ
കഴുത നഷ്ടപ്പെട്ടു. അവൻ്റെ ഭവനത്തിൽ കഴുത നഷ്ടപ്പെട്ടു. അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടി വന്നതാ മറ്റൊരു ദേശത്തേക്ക്. അവിടെ വരുമ്പോൾ ആ ദേശത്തൊരു പ്രവാചകനുണ്ടെന്ന് പറഞ്ഞത്. ആ പ്രവാചകന്റെ പേരിങ്ങനെയായിരുന്നു, ശമൂവേൽ. ഹല്ലേലൂയ. അവൻ കയറി വരുന്നത് എന്തിനാണെന്നറിയാമോ? ശൗൽ കയറി വന്നത് എന്തിനാ? തൻ്റെ കഴുതയെ കണ്ടുപിടിക്കണം. തൻ്റെ പിതാവ് പറഞ്ഞു വിട്ടതാ. ആമേൻ. എന്നാൽ ശമൂവേൽ പറയുന്നൊരു വാക്കുണ്ട്, നീ വന്നത് കഴുതയ്ക്ക് വേണ്ടിയായിരിക്കാം, എന്നാൽ ഞാൻ നിന്റെ പേരൊരു കിരീടത്തെ കൈമാറുകയാണ്. ഇസ്രായേലിനെ ഭരിക്കുവാൻ ദൈവം കണ്ടിരിക്കുന്നത് നിന്നെയാ. ഹല്ലേലൂയ. ഇസ്രായേലിനെ നയിക്കുവാൻ ദൈവം കണ്ടിരിക്കുന്നത് നിന്നെയാ. നീ കയറി വന്നത് ചില വിടുതലിന് വേണ്ടി ആയിരിക്കാം, എന്നാൽ ദൈവത്തിന് അതിനപ്പുറമായി ചില പ്ലേസുകളിൽ നിന്നെ കൊണ്ടു നിർത്താൻ, ചില കൊട്ടാരങ്ങളിൽ നിന്നെ കയറ്റി നിർത്താൻ, ചില മേഖലകളിൽ നിന്നെ കൊണ്ടു നിർത്താൻ എന്റെ ദൈവത്തിന് പദ്ധതിയുള്ളത് കൊണ്ട് ചില കഴുതകൾ നിനക്ക് നഷ്ടപ്പെട്ടാലോ, ചിലത് നിനക്ക് നഷ്ടപ്പെട്ടാലോ, എന്റെ ദൈവം ഇന്ന് പകൽ പല നഷ്ടങ്ങളുമായി മുന്നിൽ വന്നിരിക്കുന്ന ദൈവജനമേ, നഷ്ടങ്ങളുടെ കണക്കുമായി അവൻ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ദൈവജനമേ, ചിലത് നഷ്ടപ്പെട്ടത് ചില കൊട്ടാരങ്ങളിലേക്ക് നിന്നെ എത്തിക്കാനാണെന്ന് ഇന്ന് പകൽ നിനക്ക് വിശ്വസിക്കാം. ഹല്ലേലൂയ. ചിലത് നഷ്ടപ്പെട്ടത്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. നഷ്ടങ്ങളുടെ കണക്ക് മാത്രമേ ഉള്ളല്ലേ? നഷ്ടങ്ങളുടെ കണക്ക് മാത്രമേ ഉള്ളല്ലേ? പരാജയങ്ങളുടെ കണക്കുകൾ മാത്രമേ ഉള്ളല്ലേ? ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിനൊരു ടൈമുണ്ട് കേട്ടോ, കേട്ടോ. ദൈവത്തിനൊരു ടൈമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിനൊരു ടൈമുണ്ട്. ഹല്ലേലൂയ. കൃത്യസമയത്ത്, ആമേൻ, കൃത്യസമയത്ത്, ആമേൻ, നിന്റെ കഴുത്തിൽ കത്തിവെക്കുന്നതിനും അതിൻ്റെ ഇടയ്ക്കൊരു നിമിഷമുണ്ട് കേട്ടോ. നിന്റെ കഴുത്തിന്റെ ഇവിടെ കത്തിവെക്കുന്നതിന്റെ ഇടയിൽ സ്വർഗത്തിൽ നിന്നൊരു കോളുണ്ട്. അബ്രഹാമേ, അബ്രഹാമേ, ആമേൻ, ബാലന്റെ കഴുത്തിൽ ആമേൻ കത്തിവെക്കരുത്. കിളിവാതിൽ തുറക്കും. ആമേൻ. ഇന്ന് പകൽ നഷ്ടങ്ങളുടെ കണക്കുകളെ ആമേൻ അത് മുമ്പിൽ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി വേറെയാ കേട്ടോ. ദൈവത്തിന്റെ പദ്ധതി വേറെയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്രത്തോളം നിനക്ക് നഷ്ടങ്ങളുടെ കണക്കുണ്ടോ അത്രത്തോളം നിന്നെ ഉയർത്തും. എത്രത്തോളം നീ താന്നോ അതേ മണ്ണിൽ തന്നെ അത്രത്തോളം എന്റെ ദൈവം നിന്നെ ഉയർത്തും. ഞാൻ വാലല്ല, ഞാൻ തലയാകുമെന്ന് എന്റെ ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വചനം എന്നെ ഉയർത്തോ, ആ വചനം എന്നെ ഉയർത്തോ. ജോസഫേ, നീ ഇപ്പൊ കിടക്കുന്ന പൊട്ടക്കുഴിയിലല്ലേ? അമ്മേ, നീ കിടക്കുന്ന പൊട്ടക്കുഴിയിലല്ലേ? അല്ലേ? അമ്മേൻ, അടുത്തത് നീ എങ്ങോട്ടാ പോന്നേ? മിസ്രൈമിലെ കടിമയായിട്ടാ. അമ്മേൻ, നിന്റെ യാത്രയിൽ ഒരു സുഖവുമില്ലല്ലേ? നിന്റെ സ്വപ്നവുമായി യാതൊരു ബന്ധവുമില്ലല്ലേ? ഹല്ലേലൂയ, ആമേൻ. അവിടെ ചെന്ന് നിനക്ക് അപമാനമേൽക്കേണ്ടി വന്നല്ലേ? അവിടുന്ന് വേണ്ടി എവിടാ നീ ചെല്ലുന്ന? കാരാഗ്രഹത്തിലല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. എന്നാൽ കാലഘട്ടങ്ങൾ കഴിയുമ്പോ കാരാഗ്രഹം നിന്നെ പോക്കി ഇതാ കൊട്ടാരത്തിനകത്തേക്ക് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാക്കി. എന്റെ ദൈവം നിന്നെ മാറ്റിയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ദൈവജനമേ, അത് നിനക്ക് വേണ്ടി എഴുതി വെച്ചിട്ടുള്ളതാ. അത് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടിയാ. പരാജയത്തിന്റെ കണക്കുമായി അവൻ തകർന്നു പോയില്ല. ഒരവസരം കിട്ടാൻ അവൻ വെയിറ്റ് ചെയ്തു. ആമേൻ. ദൈവത്തിന് വേണ്ടി അവൻ വെയിറ്റ് ചെയ്തു. എനിക്കറിയാം കാരാഗ്രഹത്തിലാ, എളുപ്പമല്ല കാര്യങ്ങൾ. എനിക്കറിയാം നിങ്ങളുടെ അവസ്ഥകൾ അത്ര എളുപ്പമല്ല, വളരെ 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 പ്രതിസന്ധിയിലാ. എന്നാൽ ഹല്ലേലൂയ, അല്പം കൂടെ വെയിറ്റ് ചെയ്യോ.
അല്പം കൂടി ആരോടൊക്കെയോ ദൈവത്തിന്റെ ദൂതാണ്. അല്പം കൂടെ വെയിറ്റ് ചെയ്യുക. ചിലത് തുറക്കുക, ചിലത് ആത്മാവിൽ. സഫലവും വിശാലവുമായ വാതിൽ ഒരു മനുഷ്യനും തുറന്നിടാൻ കഴിയാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാൻ കഴിയാത്ത സഫലവും വിശാലവുമായ, അളക്കാൻ കഴിയത്തില്ല, അളക്കാൻ കഴിയത്തില്ല. ഞാൻ എന്റെ കൂടെ ഒരു കാര്യം കൂടെ പറയട്ടെ. ജോസഫിനെ ദൈവം അനുഗ്രഹിക്കുന്നത് ഒരു പ്രധാനമന്ത്രിക്ക് അപ്പുറമായി. ആമേൻ. ഒരു പ്രധാനമന്ത്രിക്ക് അപ്പുറമായി കാലഘട്ടങ്ങൾക്ക് വഴികാട്ടിക്കൊടുക്കുന്ന വലിയ ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് ജോസഫ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എന്താ സംഭവിക്കുന്ന അറിയാമോ? 7 വർഷം ആ ദേശത്ത് അതിശക്തമായ സമൃദ്ധി ഉണ്ടായി. എന്നാൽ അടുത്ത 7 വർഷം എന്താ ഉണ്ടാകുന്ന? വലിയ ക്ഷാമം ഉണ്ടാവുകയാണ്. ആമേൻ. എന്നാൽ ശ്രദ്ധിക്കണേ, അടുത്ത 7 വർഷത്തേക്ക് കൂടെ ഉള്ളത് സമൃദ്ധമായി കൃഷി ചെയ്യാനുള്ള സകലതും ജോസഫിന്റെ മേലെ വരുന്നത്. ആമേൻ. സകലതും ജോസഫിന്റെ അധികാരത്തിലേക്ക് വരുന്നത്. എന്ന് വെച്ചാൽ കൃത്യമായി കഴിവുള്ള ഒരുത്തനെയാ ദൈവം ഏൽപ്പിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു താൽക്കാലിക വിടുതലിന് വേണ്ടി അല്ല ദൈവം ചെയ്യുന്നത്. ദൈവം ചെയ്യുന്നത് കാലഘട്ടങ്ങൾക്ക് വേണ്ടി ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. താൽക്കാലിക നീക്കുപോക്കുകളൊക്കെ ഉണ്ടാവും, നമുക്കറിയാം. നമ്മുടെ ലൈഫിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നയാ. കാക്കയെ കൊണ്ട് ദൈവം പോറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഹല്ലേലൂയ. അതവിടെ നിൽക്കട്ടെ. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ യഥാർത്ഥമായ ഒരു വിടുതൽ വരുമ്പോ ആമേൻ, അത് കാലഘട്ടങ്ങൾക്ക് വേണ്ടിയാ. ആമേൻ. എന്ന് വെച്ചാൽ ശ്രദ്ധിക്കണം ദൈവമക്കളെ, ജോസഫ് ചെയ്ത കൃഷി ആമേൻ ഇന്നും ലോകരാജ്യങ്ങൾക്ക് മാതൃകയാ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ലോകത്തിൽ ഏറ്റവും അധികം ടെക്നോളജിയിൽ കൃഷി ചെയ്യുന്നത് ആരാ? ഇസ്രായേല. ആമേൻ. ഏറ്റവും ചെറിയ രാജ്യങ്ങളിൽ ഒന്ന്. ആമേൻ. അവർ വെള്ളത്തെ ഉപയോഗിക്കുന്ന ടെക്നോളജി വളരെ, നിങ്ങളത് പഠിക്കണം. ആമേൻ. ഏറ്റവും ചെറിയ ചെലവ് ചുരുക്കി ഏറ്റവും വിശാലമായ രീതിയിൽ കൃഷി ഇറക്കുന്നവരാണ്. അവരുടെ ടെക്നോളജി വേറെ ആർക്കും ഇതുവരെയും പലതും കോപ്പി അടിക്കാനേ പറ്റത്തുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. ഇന്നും ലോകരാജ്യങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള പവർ അവരിലിരിക്കുക. എന്താ കാര്യം? ചിലർ ദൈവത്തെ അനുസരിച്ചുകൊണ്ടാ. ആമേൻ. ചിലർ ദൈവത്തിന്റെ വാക്കിനനുസരിച്ച് മൂവ് ചെയ്തുകൊണ്ടാ. ചിലർ ദൈവത്തിന്റെ അസാധാരണമായ ഹല്ലേലൂയ വിടുതലിന് വേണ്ടി വെയിറ്റ് ചെയ്തതുകൊണ്ടാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം ചെയ്യുന്ന വിടുതലുകളൊക്കെ ഈ കാലഘട്ടങ്ങൾക്ക് വേണ്ടിയാ. ആമേൻ. അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം എങ്ങനെയാ? ഞാൻ നിന്നെ അനുഗ്രഹിച്ച് ആമേൻ. ഹല്ലേലൂയ. ആമേൻ. കടൽപ്പുറത്ത് മണൽത്തരി പോലെ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ആമേൻ ഞാൻ നിന്നെ ആക്കുമെന്ന് അന്ന് വാഗ്ദത്തം പറഞ്ഞെങ്കിൽ ഇന്നും ഹല്ലേലൂയ ആ ദൈവത്തിന്റെ വാഗ്ദത്തത്തിനകത്താ നമ്മൾ നിൽക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, അവൻ നമ്മൾ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ, നമ്മൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, അവൻ മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ, അത് നിങ്ങൾക്ക് വേണ്ടി കടന്നു വരികയോ. അവൻ നിങ്ങൾക്ക് വേണ്ടി കടന്നു വരികയോ. ആമേൻ. ഞാൻ നിങ്ങളുടെ അടുത്ത് കഴിഞ്ഞ ആഴ്ച ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയത്തില്ല. എത്ര പേരുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയത്തില്ല. ഞാൻ വീഴുന്ന ആഴ്ചകളിൽ നിങ്ങളോട് സാക്ഷ്യം പറയുന്നതിനായി. ആമേൻ. ഹല്ലേലൂയ.
വരുന്ന ആഴ്ചകളിൽ നിങ്ങൾക്ക് വേണ്ടി പല സാക്ഷ്യങ്ങൾ ഇതിനകത്ത് വെളിപ്പെട്ട് വരും. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് അസാധാരണമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ആമേൻ. ഹല്ലേലൂയ. അതിൻ്റെ ചില പൂർത്തീകരണത്തിലേക്ക് കർത്താവ് കൊണ്ടുവരുമ്പോൾ ഞാൻ നിങ്ങളോട് അതിനെ കൈമാറാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. എത്രയൊക്കെ വിശ്വസിക്കാൻ കഴിയുന്നു? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ നിങ്ങളെ ഉറപ്പിക്കാൻ വേണ്ടി ഒരു സാക്ഷ്യം കൂടെ പറയാം. ഹല്ലേലൂയ. ചില കാലഘട്ടങ്ങൾക്ക് മുന്നേ, ആമേൻ, ഏകദേശം എനിക്ക് 35 കൊല്ലത്തിന് മുമ്പ്, ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോടൊക്കെ, പുതുതായി ഒരുപാട് പേര് ഉള്ളത് കൊണ്ട് തന്നെ 35 കൊല്ലങ്ങൾക്ക് മുന്നേ എൻ്റെ കുടുംബത്തിൽ ഒരു സാമ്പത്തിക ബാധ്യതയുമായി ഞാൻ നിൽക്കുമ്പോൾ, ഞാനല്ല എൻ്റെ പിതാവ് നിൽക്കുമ്പോൾ, ദൈവം പപ്പയോട് പറഞ്ഞത് 21 ദിവസത്തെ ഉപവാസം എടുക്കണം. ആമേൻ. 21 ദിവസത്തെ ഉപവാസം എടുക്കണം. ശ്രദ്ധിക്കണേ ദൈവമക്കളെ, 20 ദിവസം കഴിഞ്ഞിട്ടും ഒരു റിപ്ലൈ ഇല്ല, ഒരു മാറ്റവുമില്ല. ആമേൻ. അന്നത്തെ ഇതനുസരിച്ച് ഏകദേശം ഇന്നത്തെ ലക്ഷക്കണക്കിന് രൂപ വരുന്ന വാല്യൂ ഉള്ള ഒരു എമൗണ്ടാണ് വേണ്ടത് ഇന്നത്തെ. ആമേൻ. ശ്രദ്ധിക്കണം നിങ്ങളെ, പിറ്റേന്ന് ഉച്ചയ്ക്ക് ഏകദേശം 2 മണി 3 മണിയാകുമ്പോൾ, ആമേൻ, പപ്പയുടെ കയ്യിലേക്ക് ഒരു മണി ഓർഡർ വരികയാണ്. ആമേൻ. എത്ര രൂപയാണോ വേണ്ടത് അത്രയും അതിനകത്തുണ്ടായിരുന്നു. ആമേൻ. ഞാൻ ഈ മണി മിറക്കിൾ വിശ്വസിക്കുന്ന ഒരാളാണ്. എന്താണെന്നറിയാമോ? ഞാൻ കണ്ടു വളർന്നത് കൊണ്ടാണ്. കാണാത്തവർക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ദൈവത്തിന് തരാൻ, കാക്കയെ കൊണ്ട് തരാൻ പറ്റുമെങ്കിൽ ഇന്ന് പകൽ ഇവിടെ നിൽക്കുന്ന നിങ്ങൾ വിശ്വസിച്ചോ, അസാധാരണ നിങ്ങൾ ചിന്തിക്കുന്ന വഴിയിലൂടെ ആയിരിക്കത്തില്ല ദൈവം പ്രവർത്തിക്കുന്നത്. ആമേൻ. നിങ്ങൾ ചിന്തിക്കുന്ന വഴിയിലൂടെ ആയിരിക്കത്തില്ല ദൈവം പ്രവർത്തിക്കുന്നത്. ആമേൻ. ദൈവത്തിൻ്റെ വഴികൾ വ്യത്യസ്തമാണ്, ദൈവത്തിൻ്റെ രീതികൾ വ്യത്യസ്തമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതുപോലെ എത്ര പേർക്ക് സന്തോഷമുണ്ട്? അവൻ 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളൊന്നും വായിച്ചിട്ട്, 1 രാജാക്കന്മാർ 17-ന്റെ മതി അതിൻ്റെ 6-ാം വാക്യത്തിൽ, കാക്ക അവന് രാവിലെ അപ്പവും ഇറച്ചിയും വൈകുന്നേരത്ത് അപ്പവും ഇറച്ചിയും കൊണ്ടുവന്നു കൊടുക്കും. ലോകത്തിൽ ആദ്യത്തെ സംഭവമാണ് ഒരു കാക്ക ഫുഡ് ഡെലിവറി നടത്തുന്നത്. ആമേൻ. അല്ലേ? ഇവിടെ നിങ്ങൾക്ക് ഫുഡ് ഡെലിവറി അറിയാത്തവരാരുമില്ല. പക്ഷെ ഇത് ബൈബിളിൽ നിന്ന് തുടങ്ങിയാന്ന് വിശ്വസിക്കാൻ പറ്റുമോ? സകലതും ബൈബിളിൽ നിന്ന് തുടങ്ങിയതാ. അല്ലല്ലേ, സകലതും ബൈബിളിൽ നിന്ന് തുടങ്ങിയതാ. ആമേൻ. അന്നത്തെ ഡെലിവറി പോയി കാക്കയായിരുന്നു എന്നേ ഉള്ളൂ, അപ്പോ ഇറച്ചി. ആമേൻ. ഹല്ലേലൂയ. അവൻ ഇന്ന് ലോകത്തിൽ എന്തൊക്കെ ടെക്നോളജി ഓടുന്നോ, എന്തൊക്കെ സാധനം ഓടുന്നോ, അതിൻ്റെ മുഴുവനും അടിസ്ഥാനം എവിടെയാ? ആമേൻ. ഹല്ലേലൂയ. അവൻ ലോകത്തിൽ ആദ്യമായി ദൈവം ഇങ്ങനൊരു കാര്യം ചെയ്തു വെച്ചു. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ ദൈവത്തിൻ്റെ പ്രവാചകൻ ദൈവത്തിൻ്റെ വാക്കിന് കൃത്യമായി വില കൊടുത്തത് കൊണ്ട്, ആമേൻ, ദൈവം പറഞ്ഞ അതേ വാക്കിനകത്ത് സംഭവിച്ചു. ആമേൻ. ഈ ആഹാബ് രാജാവിനോട് എന്തോ പോയി പറയുന്നേ? ഏലിയാവ് എന്തോ പറയുന്നേ? ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. അപ്പൊ ഇങ്ങനൊരു വാക്ക്, പ്രകൃതിയുടെ മേൽ അധികാരമുള്ള ഒരു ദൈവിക പ്രവാചകൻ. ആമേൻ. മഴയെ നിർത്താനും വീണ്ടും തുടങ്ങാനും അദ്ദേഹത്തിൻ്റെ വാക്കുകളിന്മേൽ എന്തുണ്ട്? അധികാരമുണ്ട്. നിന്റെ നാവിൻ്റെ മേലാണ് എന്തിരിക്കുന്നത്? ജീവന്റെയും മരണത്തിൻ്റെയും സകലത്തിൻ്റെയും അധികാരം ആരുടെ നാവിൽ തന്നിരിക്കും? ദൈവം പറഞ്ഞത് നമ്മുടെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഏലിയാവിന് മാത്രമല്ല,
ഇത് വിശ്വസിക്കാൻ നമ്മൾ ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങളെ ശരിക്കും മനസ്സിലാക്കുകയും ഇത് നമുക്കും കൂടെ ഉള്ളതാണെന്ന് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ഇത് നമ്മളിലൂടെ ഓപ്പറേറ്റ് ആകുന്നത്. അല്ലാത്തിടത്തോളം നമ്മൾക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്കൊരു സാധനത്തിൻ്റെ പ്രവർത്തനത്തെ പറ്റി കൃത്യമായ ബോധ്യമുള്ള ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അത് കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരാളായിരുന്നു ആര്? ഏലിയ. അതാണ് പുള്ളിക്കാരൻ്റെ മെച്ചം. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഇത് കൃത്യമായി ഇത് പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഹലോ, നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമുണ്ടോ? എനിക്ക് ആഗ്രഹമുണ്ട്. ആമേൻ. ഞാനിത് കണ്ടിട്ടുണ്ട്. മഴ കൃത്യമായി മാറിപ്പോകും. ഇവിടെ മഴ പെയ്യും, മഴ പെയ്യത്തില്ല, അപ്പുറത്ത് മഴ പെയ്യാതിരിക്കും. ഞാൻ കണ്ടിട്ടുണ്ട്. പ്രാർത്ഥിച്ച് മഴയെ നിർത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആമേൻ. കാരണം എനിക്കതറിയാം. ഹല്ലേലൂയ. കൃത്യമായി സംഭവിക്കും. അത് ദൈവത്തിൻ്റെ വാഗ്ദത്തം നമ്മളോടുള്ളതാണ്. പക്ഷെ നമ്മൾ ഇത് മനസ്സിലാക്കുകയും നമ്മളിത് ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് എന്ത് പറയുന്നത്, ഇത് ആക്ട് ചെയ്യുന്നത്. ആമേൻ. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ദൂതന്മാരുടെ പ്രവർത്തനങ്ങളെ പറ്റി പഠിച്ചു. നമ്മൾ മനസ്സിലാക്കി. എത്ര പേര് മനസ്സിലാക്കി? എത്ര പേർക്ക് ഉറക്കം വരുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഹല്ലേലൂയ. ദൂതന്മാരുടെ പ്രവർത്തനങ്ങളെ പറ്റി നമ്മൾ മനസ്സിലാക്കി. നമ്മൾ പലപ്പോഴും നമ്മൾ പറഞ്ഞു പോകുന്ന വാക്കുകളെ ചിലപ്പോൾ നമ്മളതങ്ങ് വിട്ടുകളയും. നമ്മളെപ്പോഴും നമ്മുടെ ചിന്ത, ഫോക്കസ് നമ്മുടെ പ്രശ്നത്തിലേക്കാണ്. നമ്മുടെ ഫോക്കസ് എപ്പോഴും നമ്മുടെ പ്രശ്നത്തിലേക്കാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുന്ന യേശുവിലേക്ക് നോക്കണമെന്ന്. അപ്പം നമ്മുടെ ഫോക്കസ് യേശുവിലേക്ക് മാറിയാൽ മാത്രമേ നമ്മുടെ ഫോക്കസ് നമ്മുടെ ആ ഫോക്കസ് മാറി ഈ ഫോക്കസിലോട്ട് വരണം. ആമേൻ. അവിടെ ദൈവം പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. ദൈവത്തിന് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ദൈവം ഭൂമിയിൽ അങ്ങനെ ചില വ്യവസ്ഥകളാണ് വെച്ചിരിക്കുന്നത്. ആമേൻ. ഞാൻ ആദ്യമേ പറഞ്ഞു, ദൈവത്തിൻ്റെ ആഗ്രഹമോ, പല ആഗ്രഹങ്ങളുണ്ട് അതിൽ. ആമേൻ. ഞാനിപ്പോൾ പറയുന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ തന്നെയാണ്. ആമേൻ. നമ്മൾ കഷ്ടപ്പെടുന്നത് ദൈവത്തിന് ആഗ്രഹമല്ല, ഇഷ്ടമല്ല. ആമേൻ. ആദ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട, അണ്ടർസ്റ്റാൻഡ് ഇരിക്കേണ്ട, ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മൾ അനുഗ്രഹിക്കപ്പെടുക തന്നെയാണ്. അതുകൊണ്ട് ബൈബിളിലെ സകല മേഖലകൾ നമുക്ക് പരിശോധിക്കുമ്പോൾ അത് മനസ്സിലാവും. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ ഈ വചനത്തിൻ്റെ വ്യവസ്ഥകൾ നമ്മൾ മനസ്സിലാക്കുകയും ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുന്നതിനനുസരിച്ച് മാത്രമേ ഇത് നമ്മളിൽ ചലിക്കത്തുള്ളൂ, ഇത് നമ്മളിൽ ആക്റ്റീവ് ആകത്തുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. ഞാൻ അന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ ഞാൻ ഒന്നുകൂടെ പറയാം. ദൈവത്തിൻ്റെ ദൂതന്മാരും നമ്മളും രണ്ടും രണ്ട് പ്രതലത്തിൽ, അല്ലെങ്കിൽ രണ്ട് ധ്രുവങ്ങളിൽ, രണ്ട് ഡൈമെൻഷനുകളായിരിക്കുന്ന വ്യക്തികളാണ്. ദൂതന്മാരെന്ന് പറയുന്നത് സ്വർഗീയ ആൾക്കാരും നമ്മൾ ഈ എർത്തിലുള്ള ആൾക്കാരുമാണ്. ഞാനിത് പറഞ്ഞു വരുന്നത് നിങ്ങൾ ചില കാര്യങ്ങളിലൂടെ അത് ഒന്നുകൂടെ മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. ദൂതന്മാരെന്ന് പറയുന്നത് സ്വർഗീയ മണ്ഡലത്തിലെ ആൾക്കാരാണ്. നമ്മളെന്ന് പറയുന്നത് ഈ എർത്തിലെ ആൾക്കാരാണ്. അപ്പൊ ദൂതന്മാര് നമ്മുടെ ലൈഫിൽ ആക്ടിവേറ്റ് ആകണമെങ്കിൽ, ശ്രദ്ധിക്കണേ, ദൂതന്മാർ നമ്മുടെ ലൈഫിൽ ആക്ടിവേറ്റ് ആകണമെങ്കിൽ ഈ രണ്ട് ധ്രുവങ്ങളിലായിരിക്കുന്ന, രണ്ട് മണ്ഡലങ്ങളിലായിരിക്കുന്ന ഈ ജീവികൾ അല്ലെങ്കിൽ ഈ വ്യക്തികൾ തമ്മിൽ എന്തുണ്ടാകണം? ഒരു കണക്ഷൻ ഉണ്ടാകണം. ആമേൻ, ഹല്ലേലൂയ. അപ്പം ഞാൻ നിങ്ങളുടെ എക്സാമ്പിൾ പറഞ്ഞ ഒരു വിഷയം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയത്തില്ല. ഈ നമ്മുടെ വീട്ടിനകത്തോ അല്ലെങ്കിൽ ഇവിടെയോ ഒക്കെ നമ്മുടെ വൈഫൈ ഡിവൈസുകൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വൈഫൈ ഡിവൈസ് ഫോണിൽ ഓൺ ചെയ്യുമ്പോൾ അതെന്താ സംഭവിക്കുന്നത്? നമുക്കെല്ലാം ഇൻ്റർനെറ്റ് കണക്ഷൻ കിട്ടുന്നുണ്ടോ? അതുവരെ വൈഫൈ ആയിട്ട് ബന്ധമില്ലെങ്കിൽ കണക്ഷൻ കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ഡേറ്റ ഓൺ ചെയ്യണം അല്ലേ? ഇന്നത്തെ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു അല്ലേ? നമ്മൾ ഡേറ്റ ഓൺ ചെയ്താലേ എന്ത് ചെയ്യത്തുള്ളൂ? നെറ്റ് കിട്ടത്തുള്ളൂ അല്ലേ? കാരണം എന്താ? കണക്ടിവിറ്റി ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ഇതുപോലെ തന്നെയാണ് ആത്മമണ്ഡലത്തിലുള്ളതും ഈ ഭൂമിയിലുള്ള മണ്ഡലത്തിലും തമ്മിൽ കണക്ടിവിറ്റി ഇല്ലാതെ
ഇതിന് തമ്മിൽ യോജിച്ച് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ ദൂതന്മാരും നമ്മളും കൂടെ യോജിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. ഹല്ലേലൂയ. എങ്ങനെയാണ് യോജിച്ച് പ്രവർത്തിക്കുന്നത്? അവൻ രക്ഷിക്കപ്പെട്ട യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയം കൊണ്ട് ശരിക്കും സ്വീകരിച്ചിട്ട് വേറെ എന്തെങ്കിലും കാണിക്കുന്നതിനല്ല ഞാൻ പറയുന്നത്. യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ആമേൻ അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി 2 ദൈവിക ദൂതന്മാർ ഉണ്ടായിരിക്കും. ആമേൻ. അത് സ്വർഗം അപ്പോയിന്റ് ചെയ്യുന്നതാ. ആമേൻ. ദൈവം അപ്പോയിന്റ് ചെയ്യുന്നതാ. അത് നിങ്ങളുടെ ഹൃദയത്തിലെ വിശ്വാസം അനുസരിച്ചാണ് ദൈവം ചെയ്യുന്നത്. ആമേൻ. ഈ 2 ദൂതന്മാരെ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ് വേണ്ടത്? ഒന്നാമത്തെ കാര്യം, ഹല്ലേലൂയ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആമേൻ, നമ്മൾ അവരെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ദൈവികമായ അറ്റ്മോസ്ഫിയറിനെ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെയുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? അതിനൊന്നാമത് അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് വർഷിപ്പ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ പ്രസംഗത്തിൽ നമ്മൾ ആയിരിക്കും നിങ്ങൾ വായ്കളെ തുറന്ന് അന്യഭാഷകൾ പറയുക, ദൈവത്തിന് നന്ദി പറയുക. ഇതിന് മാത്രമേ അറ്റ്മോസ്ഫിയറിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്ത്? നമ്മൾ പാടുന്നത്, നമ്മൾ ദൈവത്തിന് സ്തുതി കൊടുക്കുന്നത്, ആമേൻ, ഇതെല്ലാം. പക്ഷേ അതിനകത്തൊരു കൃത്യമായ ഒരു കാര്യം ഓർക്കണം. നമ്മുടെ ഹൃദയം കൃത്യമായി ദൈവത്തോട് കണക്റ്റായി വരണം. ചുമ്മാ നമ്മൾ വാഗൊണ്ട് പാടിയിട്ട് കാര്യമില്ല. നമ്മളെല്ലാ പാട്ടും പാടുന്നുണ്ട്, പക്ഷേ അത് ഹൃദയം കൊണ്ടായിരിക്കണം പാടേണ്ടത്. ആമേൻ. ഹൃദയം കൊണ്ട് പാടുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ദൈവമായി കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. ആ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ആകത്തില്ല. അപ്പം നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൂതന്മാരെ അട്രാക്റ്റ് ചെയ്യപ്പെടണമെങ്കിൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ആരാധിക്കണം. നിങ്ങൾ വാ കൊണ്ട് തുറന്ന് അവൻ ദൈവത്തിന് നന്ദി പറയണം. അവൻ ഇത് എന്തൊക്കെയാണോ ചെയ്യുന്നത് അന്യഭാഷ പറയണം. അതിനെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നേ. ഹല്ലേലൂയ. നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഉദ്ദേശം എന്താ? ആമേൻ. ഹല്ലേലൂയ. ഇന്നു മുതൽ നിങ്ങളത് മനസ്സിലാക്കിയിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ ഇമ്പോർട്ടൻ്റ്. രണ്ടാമത്തെ കാര്യം ഇമ്പോർട്ടൻ്റ് പറയട്ടെ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ദൈവത്തിന് വേണ്ടി അവൻ എന്തും ചെയ്യാൻ അവൻ ദൈവ സ്നേഹത്തിൽ നിൽക്കുന്നവരായിരിക്കണം. ദൈവത്തിന് കൊടുക്കുന്നവരായിരിക്കണം. എങ്ങനെ? അത് സ്നേഹത്തിൽ. എങ്ങനെ ദൈവത്തിന് കൊടുക്കുന്നത്? ആമേൻ, ഹല്ലേലൂയ. നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ആമേൻ. പറ്റുമോ? നിന്നെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുക. പറ്റണം. ആമേൻ. പറ്റിയില്ലെങ്കിൽ ദൂതന്മാർക്ക് നിങ്ങളെ അട്രാക്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാവും. ക്ഷമിക്കാനുള്ളവരോട് ക്ഷമിക്കുക. ദൈവത്തെ സ്നേഹിക്കുക. ദൈവത്തിന് സ്നേഹം കൊടുക്കുന്നവരാകുക. അത് ഏതൊക്കെ രീതിയിലാണോ, അത് ദൈവനാമത്തിൽ ദൈവമക്കളെ സ്നേഹിക്കുക, നിങ്ങളുടെ കൂട്ടുള്ളവരെ സ്നേഹിക്കുക, മറ്റു സമൂഹത്തിലുള്ളവരെ സ്നേഹിക്കുക. ഇതെല്ലാം അതിൻ്റെ ഭാഗമാണ്. അത് പാർട്ടാണ്. അല്ലാത്ത പക്ഷം ദൈവത്തിൻ്റെ ദൂതന്മാർക്ക് നിങ്ങളെ അട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ആമേൻ. എന്ന് വെച്ചാൽ കമ്പാഷൻ ഉണ്ടാകണം. അതിൻ്റെ അർത്ഥത്തിൽ ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു രോഗിയെ കാണുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള മനോഭാവം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുണ്ടാകട്ടെ. ആമേൻ. ഒരു സഹായം വേണ്ട വ്യക്തിയെ കാണുമ്പോൾ അയാളെ നിങ്ങളുടെ പറ്റുന്നത് സഹായിക്കാനുള്ള നല്ല ഹൃദയം നിങ്ങളുണ്ടാകട്ടെ. അതാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. അല്ലാതെ 24 മണിക്കൂറും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവസ്നേഹം എന്ന് പറയാൻ ഞാൻ പറയത്തില്ല. ആമേൻ. അത് നല്ല കാര്യമാണ്. പക്ഷേ ഫലത്തിലൂടെയാണ് നിങ്ങളെ അറിയുന്നത്. ആമേൻ. 24 മണിക്കൂർ ഉപവസിച്ചോ കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യം ആയിക്കോട്ടെ. പ്രാർത്ഥിച്ചോ, ബൈബിളോ എല്ലാം നല്ല ആയിക്കോട്ടെ. പക്ഷെ നിങ്ങളുടെ ഫലം തിരിച്ചാണെങ്കിൽ ഇതൊക്കെ വ്യർത്ഥമാണ്. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളുടെ നല്ല ഫലങ്ങളാണ് ദൈവം നോക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എത്രത്തോളം ഫലഭൂഷ്ടി നിങ്ങളിലുണ്ടോ അത്രത്തോളം ദൂതന്മാർ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വചനത്തിൻ്റെ റെവലേഷൻ. അവൻ വചനത്തിൻ്റെ റെവലേഷൻ അനുസരിച്ച് മാത്രമേ ദൈവത്തിൻ്റെ ദൂതന്മാർ ചലിക്കത്തുള്ളൂ. ആമേൻ. വചനത്തിൻ്റെ റെവലേഷൻ. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം, ദൈവത്തിൻ്റെ ദൂതന്മാർ നമ്മളുടെ അത്രയും അതോറിറ്റി അവർക്കില്ല. അവർ പവറുണ്ട്, പക്ഷെ നമ്മുടെ അത്രയും പവറില്ല. നമ്മൾ വചനത്തിൻ്റെ റെവല്യൂഷൻ അനുസരിച്ച് അവരോട് പറയുന്നതനുസരിച്ചാണ് അവർ മൂവ് ചെയ്യുന്നത്.
ആമേൻ. എത്ര പേർക്ക് ഇത് കേൾക്കാൻ താല്പര്യമുണ്ട്? അയ്യോ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ദൂതന്മാർ ആക്ടിവേറ്റ് ആയാൽ സകല വിഷയങ്ങളും പൊളിയും. ഹല്ലേലൂയ. സകല മേഖലകളും പൊളിയും. ഇന്ന് നിങ്ങൾ ഫേസ് ചെയ്യുന്ന സകല വിഷയത്തിൻ്റെ അകത്തും ദൂതന്മാർ ചലിച്ചുകൊണ്ടിരിക്കും. ആമേൻ. ഹല്ലേലൂയ. അവരിറങ്ങി പ്രവർത്തിക്കും. ആമേൻ. ദൂതന്മാർ നമ്മുടെ സേവകാത്മാക്കളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ വചനത്തിൻ്റെ റെവലേഷൻ അനുസരിച്ച്, നമ്മുടെ വിശ്വാസം അനുസരിച്ച് അവർ ചലിക്കും. ശ്രദ്ധിക്കണം, ഇതിൽ നമ്മുടെ വിശ്വാസം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു കാര്യത്തെപ്പറ്റി കൃത്യമായ വ്യക്തത ഇല്ലെങ്കിൽ നമ്മുടെ ദൂതന്മാർ കൺഫ്യൂസ്ഡ് ആകും. അവർക്ക് ചലിക്കാൻ കഴിയത്തില്ല. ആമേൻ, ആമേൻ. അതുകൊണ്ടാണ് കർത്താവ് എപ്പോഴും പറയുന്നത് വിശ്വാസം. ആമേൻ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കർത്താവ് എവിടെ കാര്യങ്ങൾ ചെയ്യാൻ പറയുമ്പോഴും അതല്ലേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നേ, അല്ലേ? ഈ വചനത്തെ നമ്മൾ വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, ശരിയാ, അതൊക്കെ. പക്ഷെ വിശ്വാസം എന്ന് പറയുന്നത് ഒരടുത്ത തലമാണ്. ആമേൻ. ഒരടുത്തൊരു മേഖലയാണ്. അവൻ അതിനെപ്പറ്റി കൃത്യമായ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകണം, കൃത്യമായി മനസ്സിലാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനനുസരിച്ച് മാത്രമേ ദൂതന്മാരെ നമുക്ക് ചലിപ്പിക്കാൻ കഴിയത്തുള്ളൂ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ശ്രദ്ധിക്കണേ, ഏലിയാവ് വിളിച്ചു പറഞ്ഞു. എന്ത്? അത്ര ഉറപ്പോടെ വിളിച്ചു പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ദേശത്ത് മഞ്ഞും മഴയും പെയ്യത്തില്ല. അത് അത്ര ഉറപ്പാ. അവന്റെ ഉറപ്പിന്മേൽ ദൂതന്മാർ പോയി മഴയെ തടഞ്ഞു നിർത്തും. ആമേൻ. ഹല്ലേലൂയ. അവന്റെ ഉറപ്പിന്മേൽ ദൂതന്മാർ ചിലതിനെ കൊണ്ടുവരും. ഹല്ലേലൂയ, ആമേൻ. അവൻ നിങ്ങളുടെ ഉറപ്പിന്റെ മേൽ ചിലത് സൃഷ്ടിക്കപ്പെട്ടു വരും. ഹല്ലേലൂയ. അങ്ങനത്തെ ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ ഈ ദിവസങ്ങളിൽ. അവൻ വചനത്തെ പ്രഖ്യാപിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. അവൻ ചിലത് വിളിച്ചു പറ, ഞാൻ വാലല്ല തലയാകുമെന്ന് വിളിച്ചു പറ. വിശ്വാസത്തോടെ വിളിച്ചു പറ, ഞാൻ തകരത്തില്ല, ഞാൻ ജീവനോടെ ഇരുന്നു. അവൻ ദൈവത്തിന്റെ മഹത്വത്തെ, ഞാൻ ജീവനോടെ ഇരുന്നു എൻ്റെ ദൈവത്തെ ഞാൻ വർണ്ണിക്കുമെന്ന്. ഹല്ലേലൂയ. വിളിച്ചു പറ. എന്നെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. അവൻ വചനത്തെ വിളിച്ചു പറ. ഹല്ലേലൂയ. എന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവത്തിന്റെ ശക്തി ഇന്ന് പകൽ വിളിച്ചു പറ. നിന്റെ ബലഹീന മേഖലകളിൽ ഒരു ദൈവശക്തി വ്യാപരിക്കട്ടെ, ഒരു ദൈവശക്തി ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ. നിന്നെ കൊണ്ട് കഴിയാത്ത സാഹചര്യങ്ങളിൽ, നീ പരാജയപ്പെട്ട മേഖലകളിൽ ആ ദൈവശക്തി ഇറങ്ങി വരട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇതാ എനിക്ക് വേണ്ടി സബലവും വിശാലവുമായ വാതിൽ തുറക്കപ്പെടുന്നു. അതാ വിളിച്ചു പറ. ഇതാ എനിക്ക് വേണ്ടി, ആമേൻ, വിളിച്ചു പറ. എനിക്ക് വേണ്ടി നീ ആത്മാവിൽ കണ്ടുകൊണ്ട്, ഹല്ലേലൂയ, അവൻ എനിക്ക് വേണ്ടി സബലവും വിശാലവുമായ വാതിൽ എനിക്ക് വേണ്ടി തുറന്നു വച്ചിരിക്കുന്നു. ഇന്ന് പകൽ ആരൊക്കെ വിശ്വസിക്കുന്നു അത് പ്രഖ്യാപിക്കുക. അവൻ അന്തരീക്ഷ മണ്ഡലങ്ങളിൽ നിങ്ങളുടെ വായുടെ മേൽ അവൻ മരണത്തിന്റെയോ ജീവന്റെയോ അധികാരം. ഹല്ലേലൂയ. നസ്രനായ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ചില പ്രതിസന്ധികൾ യേശുവിന്റെ നാമത്തിൽ വഴിമാറട്ടെ. നിങ്ങൾ വിതച്ചതൊക്കെയും ദൈവം അതിനെ പൊലിപ്പിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ വിതകളെ അവൻ പൊലിപ്പിക്കാൻ പോകുകയാണ്. ആമേൻ. ദൈവത്തിന് വേണ്ടി ഓടിയത്, ചെയ്തത്, മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്ത സഹായങ്ങൾ ഒന്നും, ആമേൻ, ലോകം മറന്നാലും സ്വീകരിച്ചവർ മറന്നാലും ദൈവം മറന്നിട്ടില്ലെന്ന് എന്റെ ദൈവം ഇതാ തെളിയിക്കാൻ പോകുകയാണ്. അവൻ ദൈവം മറന്നിട്ടില്ലെന്ന്.
ഹല്ലേലൂയ. നാഥ, രാത്രി മുഴുവനും അധ്വാനിച്ചു കർത്താവേ, ഞാൻ എന്റെ ജീവിതം മുഴുവനും അധ്വാനിച്ചു. പക്ഷേ ഞാൻ ഇന്ന് ശൂന്യനാ കർത്താവേ. എന്നാൽ എന്റെ കയ്യിൽ ഒന്നുമില്ല. എന്നാൽ വചനത്തിന്റെ റെവലേഷൻ അനുസരിച്ച് പത്രോസേ, നീ ആഴത്തിലേക്ക് ഇറങ്ങണം. ചില അതിരുകളെ വിശാലമാക്കാൻ നിങ്ങൾ തയ്യാറാകാം. ലിമിറ്റേഷനെ പൊട്ടിക്കാൻ നിങ്ങൾ തയ്യാറാകണം. ലിമിറ്റേഷനെ പൊട്ടിക്കാൻ എല്ലാ മുൻവിധികളും മാറട്ടെ. എല്ലാ മുൻവിധികളും മാറട്ടെ. എന്നെ കൊണ്ട് കഴിയത്തില്ലെന്നുള്ള മുൻവിധികൾ ഇന്ന് പകൽ ഇവിടെ പൊട്ടണം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അതിരിനെ വിശാലമാക്കാൻ നിങ്ങൾ തയ്യാറാകണം. അതിരിനെ വിശാലമാക്കാൻ നിങ്ങൾ തയ്യാറാകണം. അവൻ പത്രോസ് തയ്യാറായി യേശുവിന്റെ വാക്കനുസരിച്ച്. എങ്ങനെയാ? അവൻ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് നിൽക്കുക. സാധാരണഗതിയിൽ എന്താ? കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. എന്നാൽ അവൻ വീണ്ടും വാക്കിന് വില കൊടുത്തുകൊണ്ട് ആഴത്തിലേക്ക് ഇറങ്ങി. ലിമിറ്റേഷനെ പൊട്ടിച്ചു. അവന്റെ പരിധിയെ പൊട്ടിച്ചു. അവന്റെ പരിധിയെ പൊട്ടിച്ചു. ഇന്ന് പകൽ പരിധികൾ പൊട്ടട്ടെ. നിന്റെ ബുദ്ധിമണ്ഡലത്തിൽ കറങ്ങി നിൽക്കുന്ന പരിധികൾ, അവൻ നിന്റെ ബുദ്ധിമണ്ഡലത്തിൽ നിന്നെ ഒതുക്കുന്ന പരിധികൾ, എന്നെ കൊണ്ട് ഇതേ പറ്റത്തുള്ളൂ, ഞാൻ ഇങ്ങനെ അല്ല, നിന്റെ കൂടെ നിന്റെ ദൈവമുണ്ട്, ഞാൻ അവന്റെ പരിധിക്കനുസരിച്ച് മൂവ് ചെയ്യാൻ പോകുകയാ. എന്റെ ദൈവമുണ്ട് എനിക്ക്. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന്റെ പരിധി ചെറുതല്ലോ, അത് സഫലവും വിശാലവും. അത് സഫലവും വിശാലവും. പരിധികളെ പൊട്ടിക്കാൻ തയ്യാറാണെങ്കിൽ, ലിമിറ്റേഷനെ പൊട്ടിക്കാൻ തയ്യാറാണെങ്കിൽ, വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ അതിന്റെ അത്ഭുതങ്ങളെ കാണും.